ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടാണ് സമരാഗ്നി എന്നുള്ള ജാഥ നടത്തുന്നത്. KPCC പ്രസിഡന്റ് ാർന്ന റാലികളിൽ പങ്കെടുക്കും. അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ ഈ സർക്കാരുകളുടെ ഭരണം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ കാണും, സങ്കടങ്ങൾ കേൾക്കും അവരുടെ. അതാണ് ഞങ്ങൾ കാണാൻ പോകുന്ന VIP-കൾ. ഞങ്ങൾ കാണാൻ പോകുന്നത് വലിയ ആർഭാടപൂർണമായ ബ്രേക്ക്ഫാസ്റ്റ് നടത്തിക്കൊണ്ടുള്ള പരിപാടികളല്ല. സങ്കടമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുഴുവൻ തകരാറിലായി, വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിച്ചു. ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഇരകളായി മാറിയ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻഡോസൾഫാൻ ഇരകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തും. അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നടത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ, അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ, മതത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിപ്പിച്ച് നിർത്തി അതിൽ നിന്ന് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന അവരുടെ ശ്രമങ്ങളെയും ഞങ്ങൾ അതിശക്തമായി തുറന്നു കാട്ടും. ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി കോൺഗ്രസ് ഈ രാജ്യത്തുയർത്തുന്ന അതിശക്തമായ നിലപാട് ഈ യാത്രയിലൂടെ ഞങ്ങൾ ജനങ്ങളോട് അവരോട് ആശയവിനിമയം നടത്തും. ഒരു കാര്യമില്ല, വിചാരണ സദസ്സ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഞങ്ങൾ 10% സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിചാരണ സദസ്സ് വരാതിരുന്നത്. ആ 10%, അതായത് 140 നിയോജക മണ്ഡലങ്ങളിലെ 10-12 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് നല്ല രീതിയിൽ നടക്കാതിരുന്നത്. 90% സ്ഥലങ്ങളിലും അത് വൻ വിജയമായിരുന്നു. പല നിയോജക മണ്ഡലങ്ങളിലും അത് നവകേരള സദസ്സിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമായി. പിന്നെ നവകേരള സദസ്സിൽ ആളെ കൊണ്ടുവന്ന പോലെ അല്ല ഞങ്ങൾ ആളെ കൊണ്ടുവന്നത്. അവർ കുടുംബശ്രീക്കാർ, അതുപോലെ അംഗൻവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് പദ്ധതി, ആശാ വർക്കർ, അതുപോലെ സാക്ഷരതാ പ്രേരക്, സ്കൂളിലെ കുട്ടികൾ, ഉദ്യോഗസ്ഥന്മാർ, ഇവരെയൊക്കെ നിർബന്ധം ചെലുത്തിയിട്ടാണ് ഒരു 5000-6000 പേരെ അവർ കൊണ്ടുവന്നത്. ഞങ്ങൾ അങ്ങനെയല്ല കൊണ്ടുവന്നത്. ഞങ്ങൾ ഇതുപോലെ തന്നെ സർക്കാരിനോട് പ്രതിഷേധമുള്ള ആളുകൾ, അതുപോലെ ഞങ്ങളുടെ പാർട്ടി അനുഭാവികൾ, അവരെയാണ് വിചാരണ സദസ്സിൽ പങ്കെടുത്തത്. വിചാരണ സദസ്സിൽ ഞങ്ങൾ ഈ സർക്കാരിൻ്റെ നവകേരള സദസ്സ് ഉണ്ടാക്കിയ അതൊരു അശ്ലീല നാടകം പോലെ ആയിരുന്നു. അതിൻ്റെ പരിസമാപ്തി എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയും അതിൻ്റെ അന്ത്യം എന്തായിരുന്നു, അതുണ്ടാക്കിയ ദോഷം എന്താണ്, സർക്കാരിനുണ്ടാക്കിയ ദോഷം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം അത് ആ സമരത്തിലൂടെ, നവകേരള സദസ്സിലൂടെ ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട്, പോലീസിനെയും ഗുണ്ടകളെയും അഴിച്ചുവിട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ വേട്ടയാടുകയും അവരെ ജയിലിലാക്കുകയും അവരെ ആശുപത്രികളിലാക്കുകയും ചെയ്ത ക്രൂരത കൂടി അതിനോടൊപ്പം ഉണ്ടായി. അതിനെതിരായിട്ടൊക്കെയുള്ള ശക്തമായ ഒരു ജനരോഷം തീർച്ചയായിട്ടും കേരളത്തിൽ വന്നു. അതതിൻ്റെ തുടർച്ചയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ 2 പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി. അന്ന് ഞങ്ങൾ പറഞ്ഞു, റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരെ ഇനി നിരന്തരമായ സമരമായിരിക്കും. അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് ഉപരോധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരണ സദസ്സുകളിലൂടെ ജനങ്ങളുമായി സംവദിച്ചു, സർക്കാരിനെതിരായി. ഇതിപ്പോൾ സമരാഗ്നിയിലൂടെ ആ സമരത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ സംഘടനകൾ നടത്തിയ സമരം, കോൺഗ്രസ് പാർട്ടിയും UDF നടത്തിയ നിരന്തരമായ സമരങ്ങൾ, ആ സമര പരമ്പരകളെല്ലാം ഈ സർക്കാരിനെതിരായത് അതിൻ്റെ തുടർച്ചയാണ് സമരാഗ്നി. സമരാഗ്നിക്ക് ഒരു ജാഥാനായകൻ പോലും 2 ആകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരുമയില്ലാത്തതിൻ്റെ തെളിവാണ് എന്നുള്ളതാണ്. ഒരുമയുടെ ഏറ്റവും വലിയ ഇതല്ലേ, കേരളത്തിൽ അങ്ങനെ നടത്താറില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോകണമെന്ന്. ഞങ്ങൾ ഇതിനു മുമ്പ് 14 ജില്ലകളിലും വിപുലമായ പാർട്ടി കൺവെൻഷനുകൾക്ക് ഒരുമിച്ച് പോയി. അതുണ്ടാക്കിയ ഒരു റിസൾട്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ അതുണ്ടാക്കിയ ഒരു ആവേശമാണ്. പാർട്ടി നേതൃത്വം എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് നിങ്ങൾ 2 പേരും അതിൻ്റെ തുടർച്ചയായി ഈ എല്ലാ ജില്ലകളിലും പോകണമെന്ന് പറയുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല.